ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. എങ്ങനെയെങ്കിലും ഇയാനെ രക്ഷിക്കാൻ വേണ്ടി അവൾ പറയുമ്പോൾ അവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി അവളുടെ അച്ഛൻ പറയും. അവന്റെ ഇപ്പോഴത്തെ വീക്ക്നെസ് ആയ നീ ഇല്ലാതായാൽ പിന്നീട് ആർക്കും അവൻ ആ പേര് പറഞ്ഞ് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ഡിവോഴ്സ് ചെയ്താൽ അവനെ പിന്നീട് ഫൈറ്റ് ചെയ്യാം എന്ന് അച്ഛൻ പറയുമ്പോൾ അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവന് പകരം എന്നെ സേവ് ചെയ്യാനാണെങ്കിലോ അതിനെന്താ വഴി എന്ന് ഹിജു ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയും ഡിവോഴ്സ് തന്നെയാണെന്ന് അവളുടെ അച്ഛൻ പറയും. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സ്വയം ഹേർട്ട് ആവാതെ ജീവിക്കാനായിരിക്കും അവളുടെ അച്ഛൻ പറയുക. എങ്ങനെയാണെങ്കിലും ഇയാൻ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ഹീജു ഒരുപാട് കരയും. അവിടുന്ന് നേരെ വരുന്ന ഹീജു ഇയാന്റെ അടുത്ത് വന്ന് ഡിവോഴ്സ് ആവശ്യപ്പെടും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം എന്റെ ബിസിനസ് ആകെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ അച്ഛന് അസുഖം വന്നത്. എനിക്ക് സക്സസിന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ നിന്നെ മാരേജ് ചെയ്തത്. പക്ഷെ അത് കാരണമാണ് എന്റെ ബിസിനസ് ഇപ്പൊ ഇങ്ങനെയായത് എന്നൊക്കെ ഹീജു പറയുമ്പോൾ ഞാനില്ലാത്ത സമയത്ത് ക്യൂൻ മദർ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ഇവിടെ നടന്നോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ ക്യൂൻ മദർ എന്ത് പറഞ്ഞാലും അത് നീ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എന്നെ ആരും റെസ്പെക്ട് ചെയ്യാറൊന്നുമില്ല. എനിക്കിപ്പോൾ ഉള്ളതെല്ലാം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയതാണ്. അതെല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിൻസ് ആകുമ്പോൾ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാകും എന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പൊ നിന്റെ പക്കൽ ആരുടെയും സ്നേഹമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഹിജു ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയും. ഞാൻ എന്ത് ചെയ്താലും എന്നെ തടയില്ല എന്നായിരുന്നല്ലോ നീ പറഞ്ഞത്. ഇപ്പൊ നീ എന്തിനാ എന്നെ തടയാൻ നോക്കുന്നത് എന്ന് ഹിജു ചോദിക്കുന്നതൊക്കെ കേട്ട് ഇയാൻ വളരെ സങ്കടമാകും. അവിടുന്ന് പോകുന്ന ഇയാൻ ക്രൗൺ പ്രിൻസിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കോർട്ട് ലേഡി അവനെ തടയുന്നുണ്ടെങ്കിലും മാസ്റ്റർ ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറി മാത്രമല്ല അത്, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ഇയാൻ അവിടേക്ക് പോകും. അവിടെ എത്തിയ ഇയാൻ ഒരുപാട് നേരം കരയും. അവിടെ ഇരുന്നു കൊണ്ട് ഇയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ക്യൂനെ നന്നായിട്ട് നോക്കണം, അവൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ അവന്റെ ബ്രദറിന്റെ അടുത്ത് അവൻ പറഞ്ഞിരുന്നു. അവൾ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവള് ക്രൗൺ പ്രിൻസസ് ആയതുകൊണ്ട് എന്നെ പോലെ ഒരുപാട് അധികാരം അവൾക്കുണ്ടാകും എന്ന് കിങ് പറഞ്ഞത് കേട്ട് നീ ഒരു ഭീരു ആണ് എന്ന് ഞാൻ പറയുമ്പോ ഞാൻ ഭീരു ആണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എന്നെ പോലെ നീ ആവരുത് എന്ന് കിങ് പറയും. ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല എന്നായിരിക്കും അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്ന് അവനും അതേ അവസ്ഥ വന്നതോർത്ത് അവനോട് സങ്കടത്തിലിരിക്കും. അടുത്ത ദിവസം അവൾ ഇയാന്റെ അടുത്ത് വന്ന് കൗൺസിൽ ഹാളിലേക്ക് എന്നെയും വരാൻ അനുവദിക്കണം. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂ. എന്റെ ഭാഗം എനിക്ക് തന്നെ സംസാരിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് ഞാൻ പറയും. അവർ ശരിക്കും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന് ദോ ചോദിക്കുമ്പോൾ ഇയാനും അത് സമ്മതിച്ചില്ലേ എന്ന് ഹ്യോങ് പറയും. പക്ഷെ ഇയാൻ അവന്റെ ഇഷ്ടം കൊണ്ടൊന്നല്ലല്ലോ സമ്മതം നൽകിയത്. ഇന്നലെ എന്തെങ്കിലും നടന്നിരുന്നോ എന്നൊക്കെ ദോ ചോദിക്കുമ്പോൾ ഹ്യോങ് ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് ചെയർമാൻ എന്തെങ്കിലും ഹീജുവിനോട് പറഞ്ഞോ എന്ന് അവനോട് ദോ ചോദിക്കും. ഇന്നലെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അഥവാ ഇയാൻ ഡിവോഴ്സിന് വേണ്ടി സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഹ്യോങ്ങിനോട് ഹീജുവിന്റെ സൈഡ് നിൽക്കാൻ വേണ്ടി അവൾ പറഞ്ഞിട്ടുണ്ടാകും. അതോർത്തുകൊണ്ട് ചെയർമാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഹ്യോങ് പറയും. ആ സമയം ഹീജുവിന്റെ ഫോണിലേക്ക് ഇയാന്റെ കോൾ വരും. ഹ്യോങ്ങിനോട് എവിടെയും പോകരുതെന്ന് പറഞ്ഞ് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകും. ഇപ്പൊ ഒരു മീറ്റിംഗിന് വന്നിരിക്കുമ്പോ 2 ദിവസം മുമ്പേ ഇയാനോട് അവന്റെ ഡ്യൂട്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് ഇംപ്യോങ് പറയുമ്പോ ഇജു ഇടക്ക് കയറി ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. ആ ന്യൂസ് കേട്ട് അവിടെ എല്ലാവരും ഷോക്കാകും. പാലസിലെ ഫയർ ഇൻസിഡന്റ് ചെയ്തത് ഞാനാണെന്നാണ് പറയുന്നത്. പോയിസൺ കുടിച്ച് ബോധം കെട്ടി വീണതും ഞാനാണ്. ഇതിലൊന്നും ഇയാനൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ഹീജ് പറയുമ്പോൾ അവരത് അപ്രൂവ് ചെയ്യാത്തത് കണ്ട് അവൾ മിഞ്ഞിനോട് അവരുടെ ഡിവോഴ്സിന് അപ്രൂവൽ നൽകി ഈ പ്രശ്നത്തിന്റെ പേരിൽ അവളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് ഇയാനെ അവന്റെ റീജൻസി സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറയും. തേജു പ്രസ് കോൺഫറൻസിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ നല്ല പേടിയോട് കൂടിയായിരിക്കും വരിക. നീ ഒരു പാർക്കിൽ പോയതുപോലെ ഇമേജ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവന്റെ വൈഫ് അവനെ മോട്ടിവേറ്റ് ചെയ്യും. ടെൻഷൻ അടിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെ അവിടെ നിൽക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും മീഡിയാസ് ചോദിക്കാൻ തുടങ്ങും. അതിലൊരു റിപ്പോർട്ടർ ഹീജുവിന് പോയിസൺ കഴിച്ചതിന് ശേഷം അവളെ റോയൽ ഹോസ്പിറ്റലിന് പകരം കാസ്റ്റിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് അതൊക്കെ കള്ളമായിരുന്നു എന്ന് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ തേജുവിന് ഇഷ്ടമാവില്ല. അവന്റെ അനിയത്തിക്ക് പോയിസൺ ഒക്കെ കേട്ട് ഇപ്പൊ അതൊക്കെ ഇവര് കള്ളമാണെന്ന് പറഞ്ഞത് കേട്ട് അവൻ അവന്റെ കോട്ടൊക്കെ ഊരി നല്ല കാഷ്വൽ ആയിട്ട് പറയാൻ തുടങ്ങും. ഈ ലോകം മുഴുവൻ എന്റെ അനിയത്തിയുടെ കാൽക്കലാകുമ്പോ പിന്നെ എന്തിന് അവൾ പോയിസൺ കുടിക്കണം? ഈ സമയം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് ദോയോങ് ഹ്യോങ്ങിന് മെസ്സേജ് അയക്കും. തേജു അവരുടെ ഡിവോഴ്സ് പേപ്പർ ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വായിച്ചില്ലായിരുന്നോ? ഇതിലെവിടെയെങ്കിലും ഇയാനോ ഹീജുനോ ഈ മാരേജുമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട് എഴുതിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ 3 വർഷത്തെ കോൺട്രാക്ട് എന്തിനാ വെച്ചത് എന്നൊരു റിപ്പോർട്ട് ചോദിക്കും. അവര് ഡേറ്റിംഗ് ചെയ്യുന്ന ന്യൂസ് വന്ന സമയത്ത് ഞങ്ങളും ഇത് വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ ഒഴിവാക്കി അവളുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞപ്പോൾ അവൾ അത് സമ്മതിച്ചിരുന്നില്ല. അപ്പോഴേക്കും അവര് വളരെ സ്നേഹത്തിലായിരുന്നു. അവർ ഇത്രയ്ക്ക് സ്നേഹത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ അവർ ഡിവോഴ്സ് ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കാരണമാണ് നടന്നത്. റോയൽ ഫാമിലിയിൽ ഡിവോഴ്സ് കിട്ടാൻ എത്രയ്ക്ക് പാടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഫ്യൂച്ചറിൽ എന്റെ സിസ്റ്ററിന് എന്തെങ്കിലും പ്രോബ്ലം വന്ന് അവൾക്ക് ഡിവോഴ്സ് വേണമെങ്കിലും റോയൽ ഫാമിലി അതിന് അപ്രൂവൽ നൽകിയില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഞാനാണ് അവളോട് ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ കോൺട്രാക്ട് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് അപ്രൂവ് പോലും ചെയ്തിട്ടില്ല.
ഹീജുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഈ കോൺട്രാക്ട് കാരണം പബ്ലിക്കിന് വലിയ പ്രശ്നമുണ്ടായതിൽ തേജു അവരോട് സോറി ചോദിക്കും. അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ സിസ്റ്ററെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ PDF ആയി സേവ് ചെയ്തു വെക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടുന്ന് പോവുക. ഈ ന്യൂസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഹീജുവിന്റെ ഓഫീസിൽ PR വർക്ക് തുടങ്ങി കഴിഞ്ഞു. ഇതൊക്കെ കണ്ട് അവരുടെ ട്രൂ ലവ് തന്നെയാണ്. വെഡിങ്ങിന്റെ സമയത്ത് നാണം കൊണ്ട് അവർ പരസ്പരം നോക്കാറൊന്നുമില്ലായിരുന്നു എന്ന് അവിടുത്തെ സ്റ്റാഫൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഹീജു അവളുടെ കാര്യമെല്ലാം പറയുമ്പം റോയൽ സെക്രട്ടറീസിനോട് ഡിസ്കസ് ചെയ്യാതെ തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് ഇംപിയോങ് ചോദിക്കുന്നത് കേട്ട് ക്രൗണും ഞങ്ങളുടെ കോൺട്രാക്ട് തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൂടാതെ ഈ വെഡിങ്ങിൽ നിന്നും ഇയാന് ബെനിഫിറ്റ് ഒന്നുമില്ല, ബാക്കിയുള്ള കോൺട്രവേഴ്സി ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, റീജൻസി സ്ഥാനം ഇയാന് കൊടുക്കാൻ വേണ്ടി പറയും. ഹീജു പറഞ്ഞതിനോട് ഇയാൻ യോജിക്കുന്നുണ്ടോ എന്ന് മിൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഇയാന്റെ ആൻസറിനായിട്ട് വെയിറ്റ് ചെയ്യും. ഇയാൻ ദോയെ നോക്കുമ്പോൾ ദോ തലയാട്ടും. ആ സമയം അവിടേക്ക് കുറച്ചു പേര് വന്ന് ഇയാന് അവന്റെ അധികാരങ്ങളൊക്കെ കിങ് തന്നു എന്ന് പറയും. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കിങ്ങിന്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന ഇയാൻ എനിക്കെന്തായാലും നിന്നെ പോലെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു ബോക്സ് തുറന്ന് കിങ്ങിന്റെ ഡ്രസ്സൊക്കെ നോക്കും. എന്നിട്ട് ഇയാൻ നേരെ പോകുന്നത് കിങ്ങിന്റെ അടുത്തേക്കായിരിക്കും. കിങ് ഉറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കോട്ട്ലറി പറയുന്നുണ്ടെങ്കിലും ഇയാൻ വന്ന കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടി പറയും. കിങ്ങിന്റെ അടുത്ത് പോയി എന്റെ സ്ഥാനം എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി ഇയാൻ പറയും. പഴയ കിങ് തനിക്ക് രാജ്യം ഭരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇയാന് ക്രൗൺ കൊടുത്തത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കിങ്ങും ഇയാന്റെ പേരിൽ ക്രൗൺ എഴുതി വെക്കും. അതൊക്കെയാണ് ഇപ്പൊ ആ സ്റ്റാഫ് വായിക്കുന്നത്. കിങ് ഇഷ്ടദാനമായി ക്രൗൺ കൊടുത്തത് കേട്ട് ഇംപിയോങ് ഞാൻ കിങ്ങിന്റെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ റോയൽ സെക്രട്ടറി പറഞ്ഞ റോയൽ കമാൻഡ് നിങ്ങൾ അനുസരിക്കില്ലേ എന്ന് ഇയാൻ ചോദിക്കും. ഇയാൻ പുറത്തേക്ക് വരുമ്പം ഹീജു അവന്റെ പുറകെ വന്ന് അവനെ വിളിക്കും. നിനക്കെല്ലാം നഷ്ടപ്പെടും എന്ന പേടി കൊണ്ട് ഡിവേഴ്സ് വേണം എന്നായിരുന്നില്ല നീ പറഞ്ഞത്, എന്നിട്ട് കുറച്ചു മുന്നേ നീ എന്തൊക്കെ ചെയ്തത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കില്ല എന്ന് നീ വിചാരിച്ചല്ലേ, നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇയാൻ അവിടുന്ന് പോകും. ഈ ന്യൂസ് അറിഞ്ഞ ക്യൂൻ മദറിന് ഒരുപാട് ദേഷ്യം വരും. ക്യൂൻ മദറെ പേടിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കിങ് ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യും. ക്യൂൻ മദർ അവിടേക്ക് വന്ന് ഡോർ തുറക്കാൻ പറയുമ്പോൾ കിങ് ഉള്ളിൽ നിന്ന് പൂട്ടിയതാണെന്ന് കോട്ട്ലേഡി പറയും. ഡോർ തുറക്കാൻ വേണ്ടി അവൾ പറയുമ്പോഴൊക്കെ പണ്ട് പഴയ കിങ്ങിനോട് അവൾ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് കിങ് പേടിച്ചു നിൽക്കും. എത്ര വിളിച്ചിട്ടും അവൻ ഡോർ തുറക്കാത്തത് കണ്ട് ആ ഡോറ് പൊളിക്കാനൊക്കെ അവൾ പറയും. ആ സമയത്തായിരിക്കും അവിടേക്ക് മെയിൻ വരുന്നത്. ഇയാൻ കിങ് ആയാൽ ഹീജുവും അവൻ തമ്മിൽ ഡിവേഴ്സ് നടക്കില്ല, അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അതൊരു പ്രശ്നമായിരിക്കും. ക്രൗൺ ഇപ്പോ ഇഷ്ടദാനമായി കൊടുത്തത് കൊണ്ട് 3 തവണ ഇയാൻ റെഫ്യൂസ് ചെയ്യേണ്ടി വരും. ആ ഓർഡർ വായിച്ചപ്പോൾ ഒരു തവണ ഇയാൻ റെഫ്യൂസ് ചെയ്തു, ഇനി 2 തവണ കൂടി അവൻ റെഫ്യൂസ് ചെയ്യേണ്ടി വരും. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മിൻ അവളോട് പറയും. അതവൾ ചെയ്തു കഴിഞ്ഞാലേ ആ പോയിസണിങ്ങിന്റെ കാര്യം മിന്നെ ഹാൻഡിൽ ചെയ്യൂ എന്നവൻ പറയും. ഇയാൻ പറഞ്ഞതോർത്ത് വിഷമിച്ചിരിക്കായിരിക്കും ഹീജു. ആ സമയം ദോ അവിടേക്ക് വരുന്നത് കണ്ട് ഇയാൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പാലസിന് പുറത്തു പോയെന്ന് പറയും. ഈ സമയത്ത് പുറത്തു പോയത് കൊണ്ട് അവൾ അവനെ വിളിക്കും. കോളൊക്കെ ഇയാൻ കാണുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യില്ല. കോൾ എടുക്കാത്തത് കാരണം അവനെ അന്വേഷിക്കാൻ വേണ്ടി ഹീജു പോകുമ്പോൾ ഞാനും ക്യോങ്ങും കൂടി അവനെ കണ്ടുപിടിച്ചോളാം, നീ ഇവിടെ നിൽക്ക് എന്നതോ പറയും. ഇയാനും ഹീജുവും 2 പേരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഹ്യോങ് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇയാൻ പാലസിന് പുറത്തു പോയതാണ്, നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറയും. നേരത്തെ ഇയാൻ അവളെ കോൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കിങ് അവന്റെ അധികാരം ഇയാന് കൊടുത്തു കഴിഞ്ഞാൽ കിങ് സ്വയം റൂമിൽ അടച്ചിരിക്കും. ഇയാൻ പാലസിൽ നിന്ന് അവന്റെ പ്രൈവറ്റ് റെസിഡൻസിലേക്ക് പോകും. അങ്ങനെയാകുമ്പോൾ ബാക്കി കാര്യങ്ങളിലൊന്നും ഹീജു ടെൻഷൻ അടിക്കില്ല എന്ന്. ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ ആയിരുന്നോ, ഇതെന്ന് എന്നോട് പറയാത്തത് എന്ന് ഹ്യോങ് ചോദിക്കുമ്പോൾ നീയും ഹീജുവും പ്ലാൻ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ദോ അവിടുന്ന് പോകും. പാലസിൽ ഡ്രിങ്ക്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുടിച്ചോ എന്ന് പറഞ്ഞ് അവൾ അവന് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യും. കഴിഞ്ഞ ദിവസം അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ഹ്യോങ് ചോദിച്ചിരുന്നല്ലോ. ഈ റിവറിന്റെ അടുത്തിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന്. ഇപ്പൊ അവൾ അതിന് മറുപടി പറയും. അവൻ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമായോ എന്ന് ദോ ചോദിക്കുമ്പോൾ അതേ എന്നൊക്കെ അവൻ പറയും. എന്താ നിനക്ക് ഇഷ്ടമായത്, ഈ റിവറാണോ ആൽക്കഹോളാണോ അതോ എന്നെയാണോ എന്ന് ദോ അവനോട് ചോദിക്കും. അവള് പെട്ടെന്ന് അത് ചോദിക്കുമ്പോൾ അവനൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാം ഇഷ്ടമാണ് എന്ന് പറയും. ഹീജ് പാലസിലിരുന്ന് നീ എവിടെയാണ്, ദേഷ്യം പിടിച്ച് എന്തിനാ നീ പോയത്, നിന്റെ ലൊക്കേഷൻ ഞാൻ ട്രേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവന് മെസ്സേജ് അയച്ചുകൊണ്ടേ നിൽക്കും. കോട്ട്ലേഡി അവളോട് പറയും ഇവിടെ വെച്ചാണ് അന്ന് ഞാൻ മതിൽ കയറിയത്. ആ ദിവസം അവൻ വളരെ ഹാപ്പി ആയിരുന്നു. അതിന്റെ പിറ്റേന്നാണ് എന്തുകൊണ്ടാണ് അവൻ ഹാപ്പി ആയത് എന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ 2 പേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. പാലസിന്റെ ഗേറ്റ് ഇപ്പൊ ക്ലോസ് ആകുമെന്ന് കോട്ട്ലേഡി പറയും. അപ്പൊ എനിക്ക് പാലസിന് പുറത്ത് പോകാൻ പറ്റുമോ എന്ന് ഹീജ് ചോദിക്കുമ്പോൾ അതിനൊക്കെ സമ്മതം മൂളും. എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്ത് പറയും എന്ന് ഹീജ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് കോട്ട്ലേഡി പറഞ്ഞത് കേട്ട് അവൾ കോട്ട്ലേഡിയെ ഹഗ് ചെയ്ത് അവിടെ ഓടി പോകും. കാറിലിരുന്ന് അവൾക്ക് സുഖമില്ല എന്ന് അവൻ മെസ്സേജ് അയക്കും. ഇത്രയും നേരം റെസ്പോണ്ട് ചെയ്യാത്ത ഇയാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ അവൾ കാർ ഓടിച്ചു പോയി അവന്റെ റെസിഡൻസിലെത്തും. അവളെ കണ്ട ഇയാൻ നിനക്ക് അസുഖമാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്റെ കൂടെ നിൽക്കണമായിരുന്നോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്
എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യും. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഇയാൻ പറയുമ്പോൾ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിവോഴ്സ് ചോദിച്ചത് കൊണ്ടല്ലേ നീ എന്നോട് ദേഷ്യം പിടിച്ചത്? അവര് പരസ്പരം ഇഷ്ടമൊക്കെ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ അവര് ഡീപ്ലി മാഡ്ലി കിസ് ചെയ്യും. രാവിലെ ഹീജു എഴുന്നേൽക്കുമ്പോ ഇയാൻ ബെഡിലുണ്ടാവില്ല. അവൻ അവളുടെ അടുത്ത് വന്ന്, പാലസിൽ നിന്ന് കോൾ വന്നിരുന്നു, എനിക്ക് അങ്ങോട്ട് പോകണം, അവളോട് അവിടെ നിൽക്കാനൊക്കെ പറയും. കിങ്ങും ക്യൂൻ മദറും കൂടി വഴക്കിടുന്നത് കേട്ടതിനു ശേഷം ഇയാൻ അവന്റെ റൂമിലേക്ക് വരുമ്പോൾ കോർട്ട് ലേഡി ഒരു ബോക്സുമായിട്ട് അവിടേക്ക് വരും. ഇതെന്താണെന്ന് ഇയാൻ ചോദിക്കുമ്പോൾ കിങ് തന്ന ഗിഫ്റ്റ് ആണെന്ന് കോർട്ട് ലേഡി പറയും. അത് തുറന്നു നോക്കുമ്പോൾ കിങ് ധരിക്കുന്ന റെഡ് ഡ്രസ്സൊക്കെ ആയിരിക്കും അത്. അവസാനം കിങ് തീരുമാനമെടുത്തു എന്ന് ഇയാൻ പറയുമ്പോൾ കോർട്ട് ലേഡി പേടിച്ചുകൊണ്ട് അപ്പൊ ക്രൗൺ പ്രിൻസിന്റെ കാര്യം എന്താകുമെന്ന് ചോദിക്കും. ആ സമയത്താണ് ഹ്യൂങ് അവിടേക്ക് വന്ന് ഫയർ ഇൻസിഡന്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇയാൻ അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും കിങ് മരിച്ചിട്ടുണ്ടാകും. ഇയാൻ ഉടനെ ചോദിക്കുന്നത് ക്രൗൺ പ്രിൻസ് എവിടെയാണെന്നാണ്. തന്റെ ബ്രദറിന്റെ അവസാന ആഗ്രഹത്തിന് മുന്നിൽ ക്യൂൻ മദർ കണ്ണടച്ചെങ്കിലും ആ കുട്ടി അവന് പേടിയാണെന്ന് പറഞ്ഞെങ്കിലും ഇയാൻ അതൊന്നും കേൾക്കാത്തത് ഇയാൻ എപ്പോഴും തോന്നുമായിരുന്നു അവൻ കിങ് ആയാൽ ഇവിടുത്തെ ആളുകളെല്ലാം അവന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് അവന്റെ അത്യാഗ്രഹം കൊണ്ട് തോന്നുന്നതാണോ എന്നായിരുന്നു അവന് ഡൗട്ട്. ഇയാൻ ഇത് പറഞ്ഞത് കേട്ട് ഹീജു അവനെ ഹഗ് ചെയ്തുകൊണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും പറയും. പാലസിന് മുന്നിൽ ഇയാനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടേയിരിക്കും. അവര് പാലസിലേക്ക് എത്തുമ്പോൾ ഇയാനെ ക്യൂൻ മദർ വിളിക്കുന്നുണ്ടെന്ന് കോർട്ട് ലേഡി വന്ന് പറയും. കിങ്ങിന്റെ ഓർഡർ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ക്യൂൻ മദർ അവനോട് പറയുക. കിങ്ങിന് 8 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, അവന് തീരുമാനമെടുക്കാനായില്ല എന്ന് ക്യൂൻ മദർ പറയുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. അവൻ ഇപ്പോഴും കുട്ടിയാണ്, അവൻ നിർബന്ധപൂർവ്വം ഒരു പാവയെ പോലെ അവിടെ ഇരിക്കുകയാണെന്ന് ഇയാൻ പറയും. ക്യൂൻ മദറിനെ എതിർത്ത് ഇയാൻ സംസാരിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. ഇപ്പൊ എന്തിനാ കിങ് ആവണമെന്ന് നീ നിർബന്ധം പിടിക്കുന്നത്? എന്റെ ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്തില്ലേ, അതുപോലെ നീയും സാക്രിഫൈസ് ചെയ്യണ്ടേ എന്നവൾ പറയുമ്പോഴാണ് അവളുടെ പാസ്റ്റ് കാണിക്കുന്നത്. ഇയാൻ പഠിച്ച സെയിം സ്കൂളായിരിക്കും അവളും പഠിച്ചിട്ടുണ്ടാവുക. കിങ്ങിന്റെ ഫോട്ടോ അവൾക്ക് കൊടുത്തുകൊണ്ട് നീ ക്രൗൺ പ്രിൻസസ് ആവണമെന്ന് അവളുടെ അച്ഛൻ പറയും. ഇയാൻ അവളുടെ അടുത്തേക്ക് വരുമ്പോ ആ ഫോട്ടോയൊക്കെ അവൾ മറച്ചു പിടിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. അവൾ അവളുടെ ഡ്രീമും അവളുടെ ഫ്യൂച്ചറും അവളുടെ ഹൃദയവും എല്ലാം സാക്രിഫൈസ് ചെയ്തു. ഇയാൻ മാത്രം എന്താ ഒന്നും സാക്രിഫൈസ് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇപ്പൊ അവിടുന്ന് കരയും. അവളുടെ കൈയൊക്കെ മാറ്റിക്കൊണ്ട് ഇയാൻ കോർട്ട് ലേഡിയെ വിളിച്ച്, ക്യൂൻ മദറിന് സുഖമില്ല, അതുകൊണ്ട് 3 ദിവസത്തേക്ക് അവളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ആരെയും കടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൻ അവിടുന്ന് പോകും. ഇപ്പൊ ഇംപിയോങ് അവളെ വിളിച്ച് കിങ് ഡോറ് തുറക്കുന്നില്ലെങ്കിൽ ആ ഡോറ് പൊളിക്കാനൊക്കെ പറയും. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ എന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് 3 ദിവസം ആരെയും കടത്തി വിടില്ല എന്ന് അവൾ പറയും. ഇയാൻ കിങ് ആയാൽ നമുക്ക് പ്രശ്നമാണ് എന്ന് ഇംപിയോങ് പറയുന്നത് കേട്ട് ഇയാൻ കിങ് ആയാൽ എനിക്ക് പ്രശ്നം വരുന്നൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോൾ അവന്റെ വാക്കൊക്കെ നീ വിശ്വസിക്കുകയാണോ? ഇവര് പോയിസൺ ചെയ്ത കാര്യം മീൻ പറഞ്ഞ് എല്ലാവരും പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ നിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സംരക്ഷിച്ചോ എന്നും പറഞ്ഞ് ഇംപിയോങ് കോൾ കട്ട് ചെയ്യും. ഇംപിയോങ്ങിന് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് അനൗൺസ് ചെയ്യും. വേറെ ആരുമല്ല, മിന്നായിരിക്കും ആ ഗസ്റ്റ്. കിങ്ങിന്റെ 3ാമത്തെ റിക്വസ്റ്റും റിജക്ട് ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന്. അതിനുവേണ്ടി കോർട്ട് ലേഡി അവനെ ഒരുക്കുകയായിരിക്കും. കോർട്ട് ലേഡി സന്തോഷത്തോടെ ഇന്ന് ലേറ്റ് കിങ്ങിന് ഒരുപാട് സന്തോഷമാകും എന്ന് പറയുമ്പോൾ ഞാനും ഒരുപാട് ഹാപ്പിയാണെന്ന് ഹീജു പറയും. അവിടേക്ക് ദോ വന്ന് പോകാൻ സമയമായെന്നൊക്കെ പറയുമ്പോൾ ഹീജു അവൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവന് പറഞ്ഞയക്കും. കിങ് ഇപ്പോ ക്യൂൻ മദറിന്റെ അടുത്തേക്ക് വരും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ക്രൗൺ പ്രൊട്ടക്ട് ചെയ്തത് എന്ന് നിനക്കറിയുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ വഴക്ക് പറയുമ്പോൾ എനിക്ക് എല്ലാ കാര്യവും അറിയാം, അച്ഛൻ മരിച്ചുവെന്ന് എല്ലാം ഞാൻ കേട്ടിരുന്നു എന്ന് കിങ് കരഞ്ഞുകൊണ്ട് പറയും. ഇയാന്റെ ബ്രദർ മരിച്ച ദിവസം കിങ്ങിന്റെ ഡ്രസ്സൊക്കെ അവൾ ആ കുട്ടിക്ക് ഇട്ടു കൊടുക്കുമ്പോൾ എനിക്കിത് വേണ്ട എന്ന കുട്ടി കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും നിന്റെ അച്ഛന്റെ അവസാന ആഗ്രഹമാണിത് എന്ന് പറഞ്ഞായിരിക്കും അവൾ അത് ഇട്ടു കൊടുക്കുക. അവൾ ചെയ്ത് കൂട്ടിയതൊക്കെ ഓർത്ത് അവൾ ഇപ്പൊ ഒരുപാട് കരയും. കാറിൽ ഇരുന്ന് ഉറങ്ങുന്ന മിഞ്ഞനോട് അവന്റെ സ്റ്റാഫ് നമുക്ക് കൗൺസിലിംഗ് ഹാളിലേക്ക് പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും പോകണ്ട, ഇനിയും ഒരുപാട് സമയമുണ്ട് എന്ന് മിൻ പറയും. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ഇപ്പൊ ക്യൂൻ മദർ. ഒരു സൈഡില് അവളുടെ അച്ഛൻ പറഞ്ഞ കാര്യവും ഒരു സൈഡില് മിൻ പറഞ്ഞ കാര്യവും പിന്നീട് ഇയാൻ അവളോട് പറഞ്ഞ വാക്കും ഓർക്കും. അങ്ങനെ അവൾ ഇയാന്റെ ഫോണിലേക്ക് വിളിക്കും. പക്ഷെ ആ കോളൊന്നും ഇയാൻ അറ്റൻഡ് ചെയ്യില്ല. കൗൺസിൽ ഹാളിലേക്ക് വരാൻ വേണ്ടി ഇയാന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. നമുക്ക് 30 മിനിറ്റ് ടൈം ഉണ്ടെന്ന് ദോ പറഞ്ഞത് കേട്ട് അവരങ്ങനെ കൗൺസിൽ ഹാളിലേക്ക് പോകും. ക്യൂൻ മദർ അവരുടെ കോർട്ട് ലേഡിയെ വിളിച്ച് അവൾ അപ്പോയിന്റ് ചെയ്ത ആ സീക്രട്ട് സ്പൈയെ പാലസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും. തേജു ഇപ്പൊ അവളെ വിളിച്ച് നീ എന്താ ഇതുവരെ എന്നെ വിളിക്കാത്തത്? ഞാൻ നമ്മുടെ അടുത്ത പ്ലാനിങ്ങിലേക്ക് പോകണോ? അച്ഛൻ ഹോസ്പിറ്റലിലായി എന്ന് ഞാൻ പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താമെന്ന് പറയും. ഹീജു അങ്ങനെ തേജുവിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഇംപിയോങ് വരുന്നത്. അവൾ അങ്ങനെ അവിടുന്ന് നടക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേൾക്കും. അത് കൗൺസിൽ ഹാളിൽ നിന്നല്ലേ എന്ന് ഞെട്ടലോടെ ഹീജു ചോദിക്കും. കൗൺസിൽ ഹാൾ ഫുള്ള് ഇപ്പൊ തീ പിടിച്ചിട്ടുണ്ടാകും. ഹീജുവും ഹ്യുങ്ങും ഒക്കെ അവിടേക്ക് വരുമ്പോ ആളുകളെല്ലാം ആ തീ അണയ്ക്കാൻ വേണ്ടി നോക്കുകയായിരിക്കും. അവിടേക്ക് ദോ ഓടി വരുന്നത് കണ്ട് അവളെ അവിടെ കണ്ട്
നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ഹീജു ചോദിക്കും. ദോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും. ഇയാൻ കൗൺസിൽ ഹാളിലാണ് എന്ന് ദോ പറയുമ്പോ ഹീജു ആകെ വല്ലാതാകും. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കഴിഞ്ഞ കിങ്ങിന് സംഭവിച്ചതുപോലെ ഇയാനും പറ്റുമോ, അതോ അവൻ സർവൈവ് ചെയ്യുമോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നത് വരെ ബൈ.